ഹലോ ഹായ് 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 എല്ലാവരോടും ഹായ്. വളരെ നാളുകൾക്ക് ശേഷം വീണ്ടും ഒരു അതിഥി വന്നിരിക്കുക എന്ന് പറഞ്ഞ പോലെ മമ്മൂക്കയുടെ ഒരു ഡയലോഗ്. വീണ്ടും നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ്. കുറച്ച് ദിവസം ഭയങ്കര വർക്കിലായിരുന്നു. നമ്മൾ കച്ചവടത്തിന് ഇറങ്ങാനുള്ള പരിപാടികളാണ്. കപ്പലണ്ടി വണ്ടിയൊക്കെ സെറ്റ് ചെയ്യലും വെൽഡ് ചെയ്യലും, പിന്നെ മഴയൊക്കെ ആയതുകൊണ്ടാണ് 2-3 ദിവസം ഇതിൻ്റെ ഒരു വർക്ക് പെൻഡിങ് ആയിട്ട് നിന്നത്. ഇപ്പം ഇന്ന് ഏകദേശം ഫിനിഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്, പെയിൻ്റ് അടിച്ച് ഉണക്കാൻ വെച്ചിരിക്കുകയാണ്. അപ്പോൾ ഒരുപാട് പേരുടെ കമൻറ്റുകൾ നമ്മൾ ശ്രദ്ധിച്ചു. അതായത് മുന്നേറ്റ വീഡിയോയിൽ ഞങ്ങളുടെ വിവാഹത്തിലേക്ക് എത്തിയിട്ടുള്ള ആ ഒരു കഥയെക്കുറിച്ച് ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴുള്ള കാര്യങ്ങൾ നമ്മൾ പാർട്ട് 5 വരെയാണ് ഇട്ടിരിക്കുന്നത്. പാർട്ട് 6 നമ്മളിന്ന് ഇടാൻ പോവാണ്. അപ്പോൾ 6ാം ഭാഗം ഇന്ന് ഇടാൻ പോകുന്നതിൻ്റെ മുന്നേ എനിക്കൊരു കാര്യം പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, പലവരും കമൻ്റായിട്ട് പറഞ്ഞിരിക്കുന്നത് 5ാമത്തെ ഭാഗത്തിൽ നിങ്ങൾ വെറുതെ ലൈറ്റ് ആക്കുകയാണ്, നിങ്ങൾ ഒരു സീരിയൽ പോലെ കൊണ്ടു നടക്കുകയാണ്, അത് നിങ്ങൾ പറയണില്ല, അവർ നമ്മളെ വെറുതെ കൺഫ്യൂഷൻ, അങ്ങനെ പലവരും പല അഭിപ്രായത്തിൽ ഇങ്ങനെ കമൻറ്റുകൾ വന്നു. നമുക്ക് പറയാനുള്ളത്, അതിനെക്കുറിച്ച് പറയാനുള്ളത്, നമ്മളൊരു കച്ചവടം കാര്യങ്ങളിലേക്കൊക്കെ ഇറങ്ങാനുള്ളതിൻ്റെ തിരക്കിലാണ്. അപ്പോൾ ആ വണ്ടി നമുക്ക് എങ്ങനെയെങ്കിലും സെറ്റ് ചെയ്തെടുത്തത് വേഗം കച്ചവടത്തിന് കൊണ്ടുപോയിടണം എന്നുള്ളതാണ്. അപ്പോൾ പഴയ വണ്ടിയാണ്. ഇപ്പോൾ ഞങ്ങൾ ആ വണ്ടി ഉപയോഗിച്ചിട്ട് ഇത്രയും വർഷം, അതായത് ശരിക്കും പറയുകയാണെങ്കിൽ ഒരു 6 മാസത്തോളമായി ഇപ്പം ഞാൻ ആ വണ്ടി ശരിക്കും ഉപയോഗിച്ചിട്ട്. 6 മാസം മേലെ ഉണ്ടാവില്ല ദൃശ്യ. അപ്പോൾ ആ വണ്ടി തുരുമ്പെടുത്തു. ഇനിയിപ്പോൾ ആ വണ്ടിയിലാണ് നമ്മളിനി കച്ചവടം ചെയ്യുമ്പോൾ. അപ്പോൾ അത് മൊത്തം ഒന്ന് റീക്രിയേറ്റ് ചെയ്തിട്ട് ആ വണ്ടി വീണ്ടും ഒന്ന് സെറ്റാക്കി എടുക്കാൻ ഒരു സമയത്തിൻ്റെ ഒരു ബുദ്ധിമുട്ട് കൊണ്ടാണ് നമുക്ക് ഭാഗത്തിൻ്റെ കണ്ടിന്യൂ നമുക്ക് ചെയ്യാൻ പറ്റാഞ്ഞത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നോക്കിയാൽ കാണാം, നമ്മൾ ആ ഭാഗം 5 കഴിഞ്ഞിട്ട് നമുക്ക് കൂടുതൽ വീഡിയോകൾ ചെയ്യാൻ പറ്റിയിട്ടില്ല, മറ്റുള്ള വിശേഷങ്ങൾ പോലും നമുക്ക് പറയാൻ പറ്റിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ടാണ്, ക്ഷമിക്കണം. ഇനി നമ്മൾ എന്തായാലും നമ്മുടെ ഭാഗം 6ലേക്ക് കിടക്കുകയാണ് കേട്ടോ. ഭാഗം 6 നമ്മളന്ന് 5 പറഞ്ഞു നിർത്തിയിട്ടുള്ള പോർഷൻ എൻ്റെ ഒരു വിവാഹം ഉറപ്പിച്ചു എന്നുള്ളതാണ്. അപ്പോൾ അതിലേക്ക് കൃത്യമായിട്ട് പറയുകയാണെങ്കിൽ, ദൃശ്യയും ഞാനും ദൃശ്യയുടെ അമ്മയും തമ്മിലുള്ള ആ ഒരു കോണ്ടാക്റ്റ് എന്തോരം ഉണ്ട് എന്നുള്ളത് നമ്മൾ ഫസ്റ്റ് ഭാഗത്തിലും സെക്കൻഡ് ഭാഗത്തിലും തേർഡ് ഭാഗത്തിലൊക്കെ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. പിന്നീട് അങ്ങോട്ട് ഞങ്ങൾക്ക് സംഭവിച്ചൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദൃശ്യയുടെ അടുത്ത് ഞാൻ ചോദിച്ച ചോദ്യം, ദൃശ്യ നിന്നെ ഞാൻ വിവാഹം കഴിക്കട്ടെ എന്ന് ചോദിച്ച ചോദ്യത്തിന് ദൃശ്യ ഒരു കൃത്യമായ ഒരു ഉത്തരം തരാത്തത് കൊണ്ട് തന്നെയാണ് ഞാൻ സ്വന്തമായിട്ടൊരു തീരുമാനം വേറെ എടുത്തത്. എൻ്റെ ലൈഫിലെ കാര്യങ്ങൾ തീരുമാനിക്കേണ്ട ഒരാൾ ഞാൻ തന്നെ ആയതുകൊണ്ട്, അതായത് എനിക്ക് എൻ്റെ അമ്മ മരണപ്പെട്ടപ്പോൾ തന്നെ എൻ്റെ എല്ലാം നഷ്ടപ്പെട്ട പോലത്തെ ഒരു ജീവിതമായിരുന്നു. അപ്പോൾ അച്ഛൻ വേറെ വിവാഹം കഴിച്ചു, അനിയൻ വേറെ വിവാഹം കഴിച്ചു. അപ്പോൾ എനിക്ക് എത്രയും പെട്ടെന്ന് തന്നെ എനിക്ക് എൻ്റെ ഒരു കൂട്ടായിട്ട് എനിക്കൊരാൾ വേണം എന്ന് തോന്നിയത് കൊണ്ട് തന്നെയാണ് ഞാൻ എൻ്റെ സ്വന്തം കാര്യത്തിൽ ഞാനൊരു പെൺകുട്ടീനെ പെണ്ണ് കണ്ടത്. അപ്പോൾ വളരെ ഇല്ലായ്മയിൽ നിന്നാണ്, അതായത് അവരുടെ ഒരു സാമ്പത്തികം വളരെ മോശമായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു വീട്ടിൽ നിന്നാണ് ഞാൻ ഒരു പെൺകൊച്ചിനെ എടുക്കാൻ സമ്മതിച്ചത്. ഞാൻ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എൻ്റെ ഒരു ലൈഫിലൊരു ലക്ഷ്യം ഉണ്ടായിരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ, എൻ്റെ അമ്മ വയ്യാതെ, അതായത് കിഡ്നി പോയിട്ട് അമ്മ ഡയാലിസിസ് ചെയ്തിട്ടാണ് അമ്മ മരണപ്പെട്ടത്. അപ്പോൾ ആ ഒരു ഹോസ്പിറ്റലിലെ കാര്യങ്ങളും സ്റ്റേജുകളൊക്കെ ഞാൻ ഒരുപാട് തരണം ചെയ്ത് മുന്നോട്ട് പോയതുകൊണ്ട് തന്നെ എനിക്കറിയാം, ഞാൻ ചിന്തിച്ചൊരു തീരുമാനം, എനിക്കൊരു വിവാഹം ഉണ്ടെങ്കിൽ എന്തെങ്കിലും ഒരു അംഗവൈകല്യമുള്ള ഒരു ആളെ വിവാഹം കഴിക്കണം. അതായത് ജീവിതം വളരെ അധികം അങ്ങോട്ട് ഇല്ലാതെ നിൽക്കല്ല, എന്തെങ്കിലും ഒരു ചെറിയൊരു കാരണത്താൽ ഒരു വിവാഹം മുടങ്ങി നിൽക്കുന്ന ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണം എന്നായിരുന്നു എൻ്റെ ഒരു ആഗ്രഹം ഉണ്ടായിരുന്നത്. അപ്പോൾ എൻ്റെ കുടുംബത്തിൽ തന്നെ എൻ്റെ അമ്മയുടെ അനിയത്തി അതുപോലെ മറ്റുള്ളവരും എന്നോട് പറഞ്ഞു, അതൊന്നും വേണ്ട, നിനക്ക് വേറെ കുഴപ്പമൊന്നുമില്ലല്ലോ, അപ്പോൾ നീ അങ്ങനെ അങ്ങനെയൊന്നും കല്യാണം കഴിക്കേണ്ട ആവശ്യമില്ല, നേർവഴിയിൽ നമുക്ക് കല്യാണം കഴിച്ചാലും അത്യാവശ്യം നിനക്ക് ജീവിക്കാനുള്ളൊരു ചുറ്റുപാടുള്ള കുടുംബത്തിൽ നിന്ന് നിനക്ക് കഴിക്കാമെന്നൊക്കെ പറഞ്ഞു. പക്ഷെ എൻ്റെ എല്ലാ പ്ലാനുകളും ഞാൻ തന്നെ തീരുമാനിച്ചതുകൊണ്ട്, ഞാനൊരു അംഗവൈകല്യമുള്ള ഒരു പെൺകുട്ടീനെ കല്യാണം കഴിക്കണം എന്ന് ആഗ്രഹിച്ചാലും കൂടിയിട്ട് ഞാൻ എത്തിപ്പെട്ടത് നല്ലൊരു പെൺകൊച്ചിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. വളരെയധികം സ്നേഹിക്കാൻ മാത്രം കഴിയുന്ന ഒരു പെൺകുട്ടിയുടെ വീട്ടിലാണ് നമ്മൾ ചെന്നപ്പെട്ടത്. അപ്പോൾ ആദ്യത്തെ നോട്ടത്തിൽ തന്നെ നമ്മൾ കണ്ടു, നമ്മളൊരു വാക്കാലെ ഒരു ഇഷ്ടം പറഞ്ഞു, നമ്മൾ മറ്റുള്ള കാര്യങ്ങൾ ഫോർവേഡ് ചെയ്യാൻ നോക്കി. അപ്പോൾ അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് നമ്മുടെ വീട്ടിലേക്ക് വന്നു. അങ്ങനെ വലിയൊരു ഗംഭീരമായിട്ടുള്ള ഒരു പരിപാടി തന്നെ വെച്ചു. അപ്പോൾ വാക്കുകൾ ഒരു പക്ഷേ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒരുപാട് വേദനകളായിട്ടുണ്ട്, അതും ഉള്ളത് പറയാം. കാരണം ഒരു പെങ്കൊച്ചിൻ്റെ ജീവിതത്തിലേക്ക് നമ്മൾ കടന്നു ചെല്ലുമ്പോൾ അവർക്കും അവരുടേതായ ആഗ്രഹങ്ങളും ആശകളും അത്രമാത്രം അവർ വലുതാക്കി വെച്ചു എന്നുള്ളതാണ്. അതുപോലെ തന്നെ എൻ്റെ ഒരു ലൈഫിലും ഞാനും ആഗ്രഹിച്ചിരുന്നു അങ്ങനെ ഒരു വിവാഹം നടക്കുകയാണ് എന്നുള്ള ആ ഒരു സ്വപ്നം ഞാനും കണ്ടു കഴിഞ്ഞു. പക്ഷെ പിന്നീടാണ് ഒരു ദിവസം ദൃശ്യനെ വീണ്ടും ഞാൻ കാണുകയുണ്ടായത്. അതായത് ദൃശ്യ എന്നെ കോണ്ടാക്ട് ചെയ്തു. ദൃശ്യ പറഞ്ഞു, ചേട്ടാ, ഇത് പുതിയൊരു നമ്പറിൽ നിന്നാണ് വന്നത്. ദൃശ്യ വിളിച്ചിട്ട് പറഞ്ഞു, രാഷ്ട്രേട്ടാ ഞാൻ അമ്മുവാണ്. അപ്പോൾ ഞാൻ പറഞ്ഞു, എന്താ അമ്മു? നമ്മുടെ ഉള്ളിൽ അതിങ്ങനെ തിങ്ങി നിൽക്കുന്നുണ്ട്. നമ്മൾ വേറൊരു ലൈഫിലേക്ക് കടക്കാൻ നമ്മൾ തുനിയുണ്ടെങ്കിലും കൂടിയിട്ട് കുറച്ച് നാളുകളുടെ അല്ലെങ്കിൽ ആ ഒരു മാസങ്ങളുടെ വ്യത്യാസത്തിൽ നമുക്ക് മനസ്സൊന്നും മാഞ്ഞു പോവില്ല. അപ്പോൾ പക്ഷേ എന്നെ വിളിച്ചപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു, എന്താ ദൃശ്യ ചോദിച്ചു. അപ്പോൾ ദൃശ്യ പറഞ്ഞു,
അത് അമ്മ വയ്യാതിരിക്കുകയാണ്. അപ്പോൾ അമ്മ സുഖമില്ലാതെ കുറച്ച് നാൾ മെഡിക്കൽ കോളേജിലായിരുന്നു. ഇപ്പം അമ്മ മിഷൻ ഹോസ്പിറ്റലിൽ അഡ്മിറ്റാണ് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഇപ്പോൾ അവിടെ ആരാ ഉള്ളത് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു ഞാൻ അവിടെ ഒറ്റയ്ക്കാണ് ഇപ്പം നിൽക്കണത്, മറ്റുള്ളവരൊക്കെ വന്ന് പോവും. അങ്ങനെ ഇപ്പോൾ വൈകുന്നേരം അമ്മയുടെ കൂടെയൊക്കെ നിൽക്കാനും കാര്യങ്ങൾക്കും ഇവിടുത്തെ മരുന്നിനും പോക്കും കാര്യങ്ങളൊക്കെ ഞാനാണ്. അപ്പോൾ മറ്റുള്ളവരൊക്കെ അവരുടേതായ ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ ദൃശ്യ അങ്ങനെ വിളിച്ച് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു പൈസ എന്തെങ്കിലും വേണോ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു പൈസ ഒന്നും വേണ്ട, ഞാൻ വെറുതെ വിളിച്ച് പറഞ്ഞു എന്ന് മാത്രം പറഞ്ഞു. ഓക്കെ. അപ്പം എനിക്ക് ദൃശ്യം അവിടെ ഒറ്റയ്ക്കാന്ന് പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് മനസ്സുകൊണ്ടൊരു ഫീലായിട്ട്, അതായത് നമ്മൾ വേറെ ഒന്നും കണ്ടിട്ടല്ല, നമ്മൾ ആ ഒരു സ്നേഹം, അതായത് ദൃശ്യയുടെ അടുത്തുള്ള അല്ലെങ്കിൽ അമ്മു എന്ന് പറയുന്ന ആ കുട്ടിയുടെ അടുത്തുള്ള സ്നേഹം ഇവർ ഒറ്റയ്ക്കാന്ന് വീണ്ടും പറഞ്ഞപ്പോൾ നമ്മൾ ഒക്കെ വേണ്ടാന്ന് വെച്ചെങ്കിലും കൂടിയിട്ട് വീണ്ടും നമുക്കിതിങ്ങനെ കേൾക്കുമ്പോൾ ജീവിതത്തിലേക്ക് ഒരു വിഷമം തന്നെയാണ് വരുന്നത്. അപ്പം ഞാൻ അപ്പു അത്രയ്ക്ക് ആയിട്ടില്ല അന്ന്. അപ്പോൾ അപ്പുവിനും ഈ പറഞ്ഞ പോലെ എന്തെങ്കിലും ഒരു പക്വതയായിട്ടുള്ള കാര്യങ്ങൾ നീക്കി പോകാനൊന്നും അപ്പുവിന് സാധിക്കില്ല എന്ന് എനിക്കറിയാം. പിന്നെ ഇവരുടെ ഭാഗത്തുനിന്ന് വേറെ ആൾക്കാരെന്ന് പറയണത് ഇപ്പോൾ ഇവരുടെ വല്യമ്മ പിന്നെ അങ്ങനെയുള്ള കുറച്ച് പേരാണ്. അപ്പോൾ അവർക്കും ചെയ്യാൻ പറ്റുന്നതിലും വന്ന് നിൽക്കാൻ പറ്റുന്നതിലൊക്കെ ഒരു പരിധിയുണ്ട്. കാരണം അവർക്കും ജോലിയും കാര്യങ്ങളൊക്കെ ഉള്ളത് കൊണ്ടാണ്. അപ്പോൾ സാമ്പത്തികമായിട്ട് ഇവർ സഹായിക്കുന്നുണ്ടാവുമായിരിക്കും, അത് എനിക്ക് കൃത്യമായിട്ട് അറിയില്ല. അപ്പം ഞാൻ നേരെ ദൃശ്യയുടെ അടുത്ത് പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ, ദൃശ്യ മിഷൻ ഹോസ്പിറ്റലല്ലേ, തൃശ്ശൂർ മിഷനിലല്ലേ, ചേട്ടൻ ഒന്ന് അങ്ങോട്ട് വരുന്നുണ്ട്, എനിക്കൊന്ന് കാണാനാണ് വെറുതെ, അവിടുത്തെ കാര്യങ്ങളൊന്നും അറിയാനാണ് പറഞ്ഞു. അപ്പോൾ വേണ്ട ചേട്ടാ പറഞ്ഞു. ഞാൻ പറഞ്ഞു ഞാൻ വരുന്നുണ്ട് എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ ചെന്ന് അമ്മുനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി, അതായത് ദൃശ്യനെ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമമായി. കാരണം അവളുടെ നമ്മുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള അവളെ ഓട്ടം പാച്ചിലുള്ള ആ ഒരു ക്ഷീണവും കാര്യങ്ങളൊക്കെ അവളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം മനസ്സിലായി. അപ്പോൾ ഞാൻ പറഞ്ഞു ഇങ്ങനെ ഒരു ചായ കുടിക്കാൻ നമുക്ക് വേണ്ട, അങ്ങനെ ഒരു ചായ കുടിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളൊരു ക്യാൻറ്റീനിൽ ഇരുന്നിട്ട് ചായ കുടിക്കുമ്പോഴാണ് ഞാൻ അവളുടെ അടുത്ത് പറഞ്ഞത്, ദൃശ്യ ചേട്ടൻ്റെ കാര്യങ്ങളൊക്കെ അറിഞ്ഞോ ചോദിച്ചു. അപ്പോൾ ഇല്ല എന്താ ചോദിച്ചു. അപ്പോൾ പറഞ്ഞു ഞാൻ ഒരു പെൺകുട്ടീനെ കണ്ടിട്ടുണ്ട്, അപ്പോൾ ഏകദേശം ആ കല്യാണം ഉറപ്പിക്കാൻ പോവുകയാണ്, എന്തായാലും എൻ്റെ ലൈഫിലേക്ക് ഒരിക്കലും ഒരാൾ വേണമല്ലോ ദൃശ്യ. പിന്നെ അമ്മൂൻ്റെ അടുത്ത് പറഞ്ഞതൊന്നും അമ്മ അങ്ങനെ ഒന്നും വിചാരിക്കരുത് കേട്ടോ, ഞാൻ ദേഷ്യമൊന്നും വിചാരിക്കരുത് പറഞ്ഞപ്പോൾ അമ്മ പറഞ്ഞത്, ദൃശ്യ പറഞ്ഞത് 1 വർഷം നിങ്ങൾക്ക് കാത്തിരിക്കാൻ സാധിക്കില്ലായിരുന്നു അല്ലേ, ഞാൻ ഒരു കാര്യം നിങ്ങളുടെ അടുത്ത് പറയാമെന്നും പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുകയായിരുന്നില്ലേ, നിങ്ങളിപ്പോൾ എന്തായാലും വേറെ കല്യാണം കഴിക്കാൻ പോലെ നന്നായിരിക്കട്ടെ പറഞ്ഞു. അപ്പം നിങ്ങൾ എന്നുള്ള ഒരു വാക്കൊക്കെ ഞാൻ അപ്പോഴാണ് കേട്ടോ കേൾക്കുന്നത്. അപ്പോൾ തന്നെ എനിക്ക് എന്തോ മനസ്സിലായില്ല. അപ്പോൾ നിങ്ങളെന്തായാലും വേറൊരു കല്യാണം കഴിക്കാൻ പോലെ, അപ്പം നിങ്ങൾ ഇനി നന്നായി ജീവിക്കും. അപ്പം ഞാൻ പറഞ്ഞു കുട്ടിയുടെ ഫോട്ടോ ഉണ്ട് ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞിട്ട് ആ ആളുടെ ഫോട്ടോ കാണിച്ചു കൊടുത്തു. അപ്പോൾ ഇവള് കണ്ടിട്ട് പറഞ്ഞു നല്ല അത്യാവശ്യം കുഴപ്പമില്ലാത്ത കുട്ടിയാണല്ലോ, എന്തായാലും നന്നായി ജീവിക്കട്ടെ, ഞാൻ പ്രാർത്ഥിക്കാം, എന്നാൽ ഞാൻ പോട്ടെ നമ്മുടെ അടുത്തേക്ക് പറഞ്ഞു. അപ്പം തന്നെ അവൾ സ്പീഡ് കാണിച്ചപ്പോൾ എനിക്കൊരു സുഖലായ്മ തോന്നി. അപ്പം ഞാൻ ചോദിച്ചു അല്ല ഞാൻ കുറച്ച് നേരം ഇരിക്കാൻ വെച്ചിട്ട് വന്നതാണ് പറഞ്ഞു. അല്ല ചേട്ടൻ പോയിക്കോളൂ, ചേട്ടാ ഇനി ഇവിടെ നിൽക്കണ ആവശ്യമില്ലല്ലോ, ഞാൻ ഇവിടുത്തെ കാര്യങ്ങൾ നോക്കാം, ഇനി നമ്മുടെ അടുത്തേക്ക് പോവുകയാണ് പറഞ്ഞു. അപ്പം എൻ്റെ അടുത്തൊരു ചെറിയൊരു ദേഷ്യത്തിലാണ് പറഞ്ഞത്. അപ്പം എനിക്കെന്താണെന്ന് മനസ്സിലാവണില്ല. അങ്ങനെ ഞാൻ അവിടെ നിന്ന് ആ മനസ്സോട് കൂടിയിട്ട് ഞാൻ അങ്ങനെ ശരി എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ ഒന്ന് വിളിക്കണം കേട്ടോ പറഞ്ഞു. അപ്പോൾ ഇവള് തിരിച്ച് പറഞ്ഞു ഞാൻ വിളിക്കാം എന്ന് പറഞ്ഞു. അങ്ങനെ ഞാൻ അവിടെ പോന്ന് വീട്ടിൽ ഞാൻ നേരെ ഇളനാട്ടേക്ക് പോയത്. ഇളനാട് ചെന്നിട്ട് അവിടുന്ന് വീണ്ടും ദൃശ്യനെ ഞാൻ വിളിച്ചു, എങ്ങനെയുണ്ട് അമ്മയ്ക്ക്, എന്തെങ്കിലും കുഴപ്പമുണ്ടോ, വൈകുന്നേരം ഒരു 8:30 റേഞ്ചിലാണ് ഞാൻ വിളിച്ചത്. അപ്പോൾ എങ്ങനെയുണ്ട്, കുഴപ്പമുണ്ടോ അവിടെ, അപ്പോൾ ഇല്ല അവിടെ ഇപ്പോൾ വലിയ അലമ്പൊന്നുമില്ല, ചേട്ടൻ ഇനി എന്നെ വിളിക്കേണ്ട ആവശ്യമില്ല കേട്ടോ ചേട്ടാ പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു ഇതുവരെ നീ അത് പറയാതെ ഇരുന്നത്, ബാക്കി എല്ലാവരും എന്നോട് പറഞ്ഞിട്ടുണ്ട് വിളിക്കരുതെന്ന്, ഇനിയിപ്പോൾ ഞാൻ നമ്മുടെ കാര്യം അറിഞ്ഞപ്പോൾ ഞാൻ വിളിച്ചെന്ന് മാത്രം, വേറെ ഒന്നും വിഷമിക്കരുത് എന്നും പറഞ്ഞിട്ട് ഞാനാണ്. അപ്പോൾ പറഞ്ഞു ഇല്ല നമ്മുടെ അല്ലാന്ന് തോന്നിയവരെ നമുക്ക് ആവശ്യമില്ലല്ലോ ചേട്ടാ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു നിനക്ക് എന്താ പ്രശ്നം, നീ എന്താ ഇങ്ങനെയൊക്കെ വർത്തമാനം പറയണമെന്ന് പറഞ്ഞപ്പോൾ മൂപ്പര് പറഞ്ഞതെന്ന് വെച്ചാൽ ദൃശ്യ പറഞ്ഞത് എന്താ വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നല്ല, എനിക്കും ചേട്ടൻ്റെ അടുത്ത് പറയാനായിട്ടുള്ള വാക്കുകൾ ഒരുപാട് ഉണ്ടായിരുന്നു, പക്ഷേ ചേട്ടൻ ഇനി അതിന് ഒരിക്കലും അവകാശപ്പെടുന്നില്ല ആ കാര്യങ്ങൾക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു ജാതി വാക്കുകളൊക്കെ പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തായാലും എനിക്ക് തൃശ്ശൂർ തന്നെയാണ് വർക്ക്, ആ സമയത്ത് ഞാൻ തൃശ്ശൂർ തന്നെയാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ തൃശ്ശൂർ ചെന്നിട്ട് ഞാൻ പറഞ്ഞു വർക്ക് കഴിഞ്ഞ് വരുമ്പോൾ ദൃശ്യനെ അമ്മുവിനെ നിന്നൊന്ന് കാണണം, അപ്പോൾ നമുക്കൊന്നുകൂടി സംസാരിക്കാമല്ലോ എന്ന് പറഞ്ഞു. അങ്ങനെ അമ്മുവിനെ ഞാൻ വീണ്ടും പോയി കണ്ടു. വർക്ക് കഴിഞ്ഞിട്ട് ഒരു 5:30-6 മണിയാകുമ്പോൾ വീണ്ടും ഹോസ്പിറ്റലിൽ ചെന്നു, ഞാൻ കണ്ടു. അപ്പോൾ അമ്മ പറഞ്ഞു ഇനി നമ്മൾ തമ്മിൽ കാണേണ്ടതില്ലല്ലോ ചേട്ടാ, വെറുതെ അങ്ങനെ എന്തിനാന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു എന്താ നിനക്ക് എന്താ ഒരു ദേഷ്യം പോലെയൊക്കെ, എങ്ങനെ ഒരു, അതായത് എനിക്ക് അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ല, ചോദിക്കേണ്ട ആവശ്യമില്ല. പക്ഷേ അന്ന് ദൃശ്യം ശരിക്ക് ഹോസ്പിറ്റലിൽ വെച്ചിട്ട് കുറേ കാര്യങ്ങൾ എന്നോട് പറഞ്ഞു. അതായത് ശരിക്കും ദൃശ്യക്ക് എന്നോട് ഇഷ്ടമുണ്ടായിരുന്നു. അതായത് ഇഷ്ടം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അമ്മു, അതായത് ദൃശ്യം വിചാരിച്ചിരുന്നത് 1 വർഷം ആണെങ്കിലും കൂടിയിട്ട്, അപ്പോൾ ആ ചോദിച്ച മറുപടിക്ക് കൃത്യമായിട്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞില്ലെങ്കിലും 1 വർഷത്തിൻ്റെ ഉള്ളിൽ ദൃശ്യൻ്റെ കൂടെ ഇറങ്ങി വരികയോ അല്ലെങ്കിൽ ദൃശ്യനെ ഞാൻ പ്രപ്പോസൽ ചെയ്യുകയോ, അല്ല ദൃശ്യക്ക് അറിയാം കല്യാണമായിട്ട് നടക്കില്ല എന്ന്, പക്ഷേ ഞാൻ ആ ചോദിച്ച ഇതിൽ ദൃശ്യക്ക്
ഇനി ഇവിടുന്ന് അങ്ങോട്ട് ആരും ഇല്ല എന്നുള്ള ഒരു തോന്നലാണ് ഇപ്പോൾ ഹോസ്പിറ്റലിൽ വെച്ചിട്ട് വന്നത്. അപ്പോൾ ദൃശ്യം എന്നോട് പറഞ്ഞത് എനിക്ക് നിങ്ങളോട് ഇഷ്ടമാണെന്ന് പറയാൻ പോലും എനിക്കറിയില്ല. കാരണം ഞാൻ വളർന്നു വന്ന സാഹചര്യം, എൻ്റെ പ്രായവും എൻ്റെ ചുറ്റുപാടുകളും വളരെ അധികം പ്രശ്നങ്ങളാണ്. ഒരാണുങ്ങളെ ഞാൻ ഒരു നല്ല നോക്കിൽ ആണുങ്ങളെ ഞാൻ കണ്ടിട്ടില്ല. കാരണം അവർ എപ്പോഴും എന്നെ വേറെ രീതിയിലാണ് നോക്കുക. പിന്നെ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അച്ഛനും അമ്മയും തമ്മിൽ തന്നെ ശരിക്കും സ്നേഹിച്ച് ജീവിക്കുന്നത് ഞാൻ കണ്ടിട്ടില്ല. അപ്പോൾ അച്ഛൻ മരണപ്പെട്ടതിന് ശേഷം അച്ഛൻ്റെ ഇട്ട ഡ്രസ്സുകളും അച്ഛൻ്റെ മണങ്ങളൊക്കെയാണ് ഞാൻ പിടിച്ച് നടക്കുന്നത്. അപ്പോൾ എനിക്ക് അച്ഛനോടുള്ളൊരു ഇഷ്ടം അങ്ങനെ നിലനിൽക്കുന്ന സമയത്താണ് ചേട്ടൻ കയറി വന്നത്. അച്ഛൻ മരിച്ചതിന് ശേഷം ചേട്ടൻ വന്നത്. അപ്പം ഞാൻ ആ ഒരു ഇഷ്ടമൊക്കെ ഞാൻ ചേട്ടനിലൂടെ കണ്ടു. അപ്പോൾ ചേട്ടൻ പിന്നെ ഒരു ദിവസം എന്നെ ഇഷ്ടമാണെന്ന് പറഞ്ഞപ്പോൾ, അതായത് എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല. പക്ഷെ എനിക്ക് ചേട്ടൻ്റെ കൂടെ ജീവിക്കണം എന്ന് അന്ന് മുതൽ ആഗ്രഹമുണ്ട്. പക്ഷെ അതെങ്ങനെ പറയാമെന്നുള്ളത് അറിയില്ല. ഒരു പക്ഷെ ഞാൻ പറഞ്ഞാൽ ചേട്ടൻ എന്നെ തെറ്റിദ്ധരിക്കുമോ എന്നൊക്കെ വെച്ചിട്ടാണ്. പിന്നെ ചേട്ടൻ വെയിറ്റ് എന്ന് പറയുമ്പോൾ നമ്മൾ എത്രത്തോളം ഇത് വെയിറ്റ് ചെയ്യിപ്പിക്കാനും കഴിയില്ല. എനിക്കാണെങ്കിൽ ഒരു തീരുമാനം പറയാൻ പറ്റും. അങ്ങനെ കുറേ കാര്യങ്ങൾ ദൃശ്യം പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു, അതായത് ദൃശ്യടുത്ത് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, ദൃശ്യം ഞാനിപ്പോഴും വൈകിട്ടില്ല. കാരണം നമ്മളൊരു പെൺകുട്ടീനെ പോയി കണ്ടു, അവരുടെ വീട്ടിൽ നിന്ന് കുറച്ച് പേര് എൻ്റെ വീട് വന്ന് കണ്ടു. അങ്ങനത്തെ ഒരു പരിപാടിയിലാണ് നിൽക്കുന്നത്. ആഗ്രഹങ്ങളും ആശകളും ഇനി ഇങ്ങനെ ആഗ്രഹിച്ചുകൊണ്ടിരിക്കും. അപ്പോൾ നിനക്ക് എന്താ പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ കൃത്യമായിട്ട് പറയണം. അല്ലാതെ എനിക്ക് അന്നത്തെ ഒരു ഇതുവരെ ആരും മനസ്സിലാക്കാത്തൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ അതായത് എന്നെ ചുറ്റിപ്പറ്റിയിട്ടുള്ള ആളുകളും എന്നെ സംബന്ധിച്ച ആളുകളും ഈ വീഡിയോ വരെ കാണണ്ടെങ്കിൽ എനിക്ക് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ, അന്ന് കൃത്യമായ തീരുമാനം ദൃശ്യയുടെ മുഖത്ത് നോക്കിയിട്ട് ഞാൻ സംസാരിക്കുമ്പോൾ ദൃശ്യക്ക് പറയാനുള്ള വാക്കുകൾ പറഞ്ഞപ്പോൾ സത്യം ഞാൻ പറയട്ടെ, കൃത്യമായി പറയണമെങ്കിൽ ദൃശ്യ ഒരുപാട് ആഗ്രഹിച്ചിരുന്നു എൻ്റെ കൂടെ ജീവിക്കണം എന്നുള്ളൊരു കാര്യം. ദൃശ്യക്ക് എന്നെ അത്ര ഇഷ്ടമുണ്ടായിരുന്നു. ഞാനൊരു ഇഷ്ടമാണെന്ന് ചോദിച്ചേക്കാൾ ഡബിൾ മടങ്ങ് ദൃശ്യക്ക് എന്നോട് ഇഷ്ടമുണ്ട്. പക്ഷെ അത് എങ്ങനെയുള്ളൊരു ഇഷ്ടമാണെന്നുള്ളതാണ് ദൃശ്യക്ക് പറയാൻ ബുദ്ധിമുട്ടുണ്ടായിരുന്നത്. ദൃശ്യ ആത്മഹത്യ ചെയ്യാനുള്ള ആ ഒരു ടെൻഡൻസിയിലേക്കൊക്കെ ദൃശ്യക്ക് കടന്നുപോയി എന്നുള്ളത്. കാരണം അവളുടെ അമ്മ വയ്യാതെ ആവണതും അവരുടെ നാട്ടിൽ നിന്ന് അവർ കോയമ്പത്തൂർ ജീവിച്ച് അവർ ഇവിടെ വന്നപ്പോൾ അവളുടെ അമ്മയുടെ വീടും അവളുടെ അമ്മയുടെ വല്യമ്മയുടെ വീടും മാത്രമേ ഉള്ളൂ. പക്ഷേ ഇവർക്ക് സ്വന്തമായിട്ടൊരു വീട് ഈ നാട്ടിലില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് ഇത്രയും പ്രായപൂർത്തിയായ ഒരു പെൺകുട്ടിയും ഇത്ര പോകുന്നൊരു ചെക്കനും കൂട്ടിയിട്ട് ഇവരെവിടെ താമസിക്കും എന്നുള്ള കൺഫ്യൂഷനിലും കുറേ ഇവരുടെ അമ്മയുടെ തറവാട്ടിൽ താമസിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇവരുടെ വല്യമ്മയുടെ വീട്ടിൽ താമസിക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അവരുടെ ജീവിതത്തിൽ അവർക്ക് തന്നെ ഒരു എത്തിമ്പിടിയില്ലാതെ നടക്കുമ്പോൾ അവൾക്ക് ആകെ ഉണ്ടാകുന്ന ഒരു ആശ്രയം എന്ന് പറയാനുള്ളതും അവളെ സ്നേഹിക്കാണ്ടായിരുന്നത് ഞാൻ മാത്രമായിരുന്നു. അപ്പം ഞാനും കൂടി കൈവിട്ട് പോയി എന്നുള്ള ആ ഒരു ഹോസ്പിറ്റലിൽ ഒരിക്കലും അവൾ അങ്ങനെ അറിയുകയാണെങ്കിൽ ദൃശ്യനെ ഒരിക്കലും വിളിക്കില്ലായിരുന്നു. എൻ്റെ കല്യാണം അങ്ങനെ വേറെ ഞാൻ നടത്താൻ നോക്കിയെന്ന് അറിയുകയാണെങ്കിൽ ഒരിക്കലും ദൃശ്യനെ വിളിക്കില്ലായിരുന്നു. പക്ഷെ ഞാൻ പറയാതെ ഇരുന്നതും ദൃശ്യനെ അറിയിക്കാതെ ഇരുന്നതിൻ്റെ കാരണം ഞാനും പൂർണ്ണമായിട്ട് ദൃശ്യയിൽ നിന്നും അകന്നുപോയി. ഇവർക്ക് ഇവരുടെ ഒരു ജീവിതം ഉണ്ടായിക്കോട്ടെ വെച്ചിട്ടാണ്, ഞാൻ ആർക്കൊരു ബുദ്ധിമുട്ടുണ്ടാവാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാനും എൻ്റേതായ ഒരു പരിപാടിയിലേക്ക് കടന്നത്. ഇതിലിപ്പോൾ സ്വയം പറയുകയാണെങ്കിൽ എനിക്ക് എന്നെയും തെറ്റു പറയാൻ കഴിയില്ല, ദൃശ്യനെയും തെറ്റു പറയാൻ കഴിയില്ല. രണ്ടുപേരും തിരഞ്ഞെടുത്ത വഴികൾ കറക്റ്റായിരുന്നു. പക്ഷേ സാഹചര്യങ്ങൾ കൊണ്ട് പരസ്പരം ഒരു ഇഷ്ടം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റി വെച്ച് ജീവിക്കുകയായിരുന്നു. അത് കൂട്ടിമുട്ടിയപ്പോൾ വീണ്ടും അവിടെ ഉണ്ടായിരുന്ന സംഭവം, ഹോസ്പിറ്റലിൽ വെച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് മണിക്കൂറുകൾ കൊണ്ടാണെങ്കിലും വാക്കുകളിലൂടെ വരുന്ന സംഭവം ഒരിക്കലും ഒരു വീഡിയോയിൽ പോലും പറയാൻ കഴിയാത്തതിൻ്റെ അപ്പുറത്തെ ഒരു ഫീലിംഗ് ആയിരുന്നു. കാരണം എനിക്ക് തോന്നുന്നത് ദൃശ്യ ഹോസ്പിറ്റലിൽ നിന്ന് അമ്മയ്ക്ക് എന്തെങ്കിലും സംഭവിക്കാതെ ഇരിക്കുകയാണെങ്കിൽ, ഡിസ്ചാർജ് ആയി അവർ അവിടെ നിന്ന് പോവുകയാണെങ്കിൽ, എനിക്ക് തോന്നുന്നു ദൃശ്യയ്ക്ക് ഒരു ലൈഫില്ല എന്നുള്ളതിൻ്റെ ഒരു പോക്കാണ് കാണുന്നുണ്ടായിരുന്നത്. അപ്പം ഞാൻ ശരിക്കും പേടിച്ചു, ദൃശ്യം എന്തെങ്കിലും ചെയ്തു പോവുമായിരിക്കുമോ, ദൃശ്യം എന്തെങ്കിലും ചെയ്യുമോ, എനിക്ക് ശരിക്കും പേടിയായി. കാരണം ഇവളുടെ ഒരു ഇതങ്ങനെയാണ്. ഇവളുടെ അമ്മേനെ ഇവൾക്ക് ഒരുപാട് ഇഷ്ടമാണെങ്കിലും കൂടിയിട്ട് അമ്മയ്ക്ക് ഇവളെ ഇഷ്ടമില്ലാത്ത ഒരു ടെൻഡൻസിയാണ് ഇവളുടെ സംസാരത്തിലൊക്കെ ഞാൻ കണ്ടിട്ടുള്ളത്. പക്ഷേ ഒരമ്മയാണ്, എത്രയായാലും ഒരു പെറ്റമ്മയ്ക്ക് മക്കളോട് സ്നേഹമൊക്കെ ഉണ്ടാവില്ല എന്ന് പറയുന്നില്ല. പക്ഷെ സ്നേഹം ഇല്ല എന്ന് പറയാൻ, അതായത് ഇപ്പോൾ ഈ പറയുന്ന വാക്കുകളിൽ അവളുടെ അമ്മയ്ക്ക് അവളോട് സ്നേഹം ഇല്ല എന്ന് പറയേണ്ട ഒരു ഇതാണ് ഞാൻ ഇപ്പോൾ പറയണത്. വെച്ചാൽ ഞങ്ങൾ കല്യാണം കഴിഞ്ഞ് ഇത്രയും വർഷമായിട്ടും ഇതുവരെയും ഇവളുടെ അമ്മ വന്ന് നോക്കിയിട്ടില്ല എന്നുള്ളതാണ്. ഒന്ന് തിരിഞ്ഞ് നോക്കിയിട്ടില്ല, ഒന്ന് വിളിക്കുക അല്ലെങ്കിൽ ഇവളായിട്ട് സംസാരിക്കുക, അല്ലെങ്കിൽ മോളെ നിനക്ക് എങ്ങനെ ഉണ്ടെന്നുള്ളത് പോലും അന്വേഷിക്കാത്തൊരു ആളായതുകൊണ്ടാണ് ഞാൻ പറയണത്. അപ്പോൾ ഇന്നിങ്ങനെയാണെങ്കിൽ അന്നും അങ്ങനെ തന്നെയാണ്. അതായത് ഇവളുടെ അമ്മ ഇവളെ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളത് ഇവളെന്നോട് പറഞ്ഞിട്ടുണ്ട്. പല വട്ടവും പല കാര്യങ്ങളിലൂടെയും നമുക്കൊരു വീഡിയോയിൽ പോലും പറയാൻ പറ്റാത്ത കാര്യങ്ങളിലൂടെയും ദൃശ്യയുടെ അമ്മ ഉപദ്രവിച്ചിട്ടുണ്ടെന്നുള്ളത് ഒരു പക്ഷേ ദൃശ്യയുടെ വല്യമ്മ പോലും അറിയാത്ത കാര്യങ്ങളുണ്ട്. ദൃശ്യ അത് എന്നോട് പറഞ്ഞിട്ടുണ്ട്. പേഴ്സണലി ഒരു പെൺകുട്ടീനെ എത്രമാത്രം ക്രൂരമായിട്ട് മർദ്ദിക്കാം അല്ലെങ്കിൽ ക്രൂരമായിട്ട് ഉപദ്രവിക്കാം എന്നുള്ളതൊക്കെ ശാരീരികമായിട്ട് മാനസികമായിട്ടും ഒരുപാട്
ഉപദ്രവിച്ചിട്ടുണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതൊക്കെ ദൃശ്യം എന്നോട് പറഞ്ഞിട്ടുണ്ട്. ദൃശ്യം ഇപ്പം എൻ്റെ അടുത്തിരിക്കുന്നുണ്ടല്ലോ, അല്ലെങ്കിൽ അല്ലാന്ന് പറയും. പക്ഷെ അവൾക്കത് പറയാൻ കഴിയാത്തതിൻ്റെ കാരണം അവളിന്നും അവളുടെ അമ്മയെ അല്ലെങ്കിൽ അവളുടെ അച്ഛനെ ഇത്രമാത്രം ഇഷ്ടപ്പെടുന്നുണ്ട്. അതുകൊണ്ടാണ് അത് മറ്റുള്ളവർക്കൊരു ബുദ്ധിമുട്ടാവരുതെന്ന് വെച്ചിട്ടാണ്. കാരണം നമ്മുടെ വീഡിയോ പലവരും കാണുന്നവരാണ്. ഞാനത് തുറന്നു പറയുന്നുണ്ടെന്നുള്ളൂ. എനിക്ക് യാതൊരു ചളിപ്പില്ല, യാതൊരു മടിയില്ല. അതുകൊണ്ട് ഞാൻ തുറന്നു പറയണം. അപ്പോൾ അന്ന് ആ ഹോസ്പിറ്റലിലെടുത്ത തീരുമാനം ഞാൻ പേടിച്ചുകൊണ്ടെടുത്തൊരു തീരുമാനമാണ്. അതായത് ദൃശ്യ ഞാനില്ലെങ്കിൽ ഒരു പക്ഷേ ദൃശ്യ മരിച്ചു കളയും, ഈ ഭൂമിയിൽ ദൃശ്യം ഉണ്ടാവില്ല എന്നുള്ളത് എനിക്ക് ഉറപ്പായി. ഞാൻ നേരെ വന്നിട്ട് ഞാൻ എൻ്റെ അച്ഛൻ്റെ അടുത്തും മാമനോട് ഞാൻ പറഞ്ഞത്, അച്ഛൻ്റെ അടുത്തും മാമൻ്റെ അടുത്തും ഞാൻ തീരുമാനം പറഞ്ഞു. അതായത് അച്ഛാ, ഞാൻ ഇങ്ങനെ നമ്മുടെ അമ്മു ശശിയുടെ മോള് അല്ലെങ്കിൽ ഇങ്ങനെ ആ കുട്ടി അവൾക്ക് ഭയങ്കരമായിട്ടുള്ളൊരു സിറ്റുവേഷനിലാണ് അവൾ നിൽക്കുന്നത്. ഞാൻ ഒരു പക്ഷേ ഞാൻ ഇല്ലാണ്ടായി കഴിഞ്ഞാൽ അവൾ കുട്ടി എന്തെങ്കിലും ചെയ്യുമെന്നോ തോന്നുന്നു പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, അച്ഛൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ നീ കാരണം ഒരിക്കലും ഒരു കുട്ടി ബുദ്ധിമുട്ടരുത്. അതായത് ഒരു കുട്ടിയും ബുദ്ധിമുട്ടരുത് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിപ്പോൾ കല്യാണം കഴിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയാണെങ്കിലും ഇനി ഒരു പക്ഷേ എന്നെ സ്നേഹിച്ചിട്ട് എന്നെ വേണ്ടാന്ന് വയ്ക്കുക അല്ലെങ്കിൽ സാഹചര്യം കൊണ്ട് പിരിഞ്ഞു പോകുന്ന അമ്മ ആയാലും അവർക്ക് ആർക്കും ബുദ്ധിമുട്ടുണ്ടാവരുതെന്ന് എൻ്റെ അച്ഛൻ പറഞ്ഞത്. നമുക്ക് നല്ലൊരു തീരുമാനം ആലോചിച്ചെടുക്കണം. കാരണം ഭാവിയിൽ ജീവിച്ചു പോകുമ്പോൾ അതാർക്കും വിഷമം ഉണ്ടാവരുത്. അതായത് കുറച്ച് നാളത്തെ വിഷമമാണെങ്കിൽ പിന്നീട് അത് മരണം വരെ നമുക്കത് ഉണ്ടാവരുതെന്ന് പറഞ്ഞു. അപ്പോൾ അച്ഛൻ പറഞ്ഞ ആ ഒരു തീരുമാനത്തിൽ ഞാൻ മാമനും കൂടി സംസാരിച്ചപ്പോൾ മാമൻ പറഞ്ഞു, അച്ഛനും മാമനും കൂടി തീരുമാനിച്ചു. എന്താ പറഞ്ഞത്, എൻ്റെ കാരണവന്മാർ അവരാണ്. അവരോട് പറഞ്ഞപ്പോൾ അവർ പറഞ്ഞു നമുക്ക് ആ കുട്ടീനെ ഒന്ന് വിളിച്ചിട്ട് നേരിട്ടൊന്ന് സംസാരിക്കാൻ പറഞ്ഞു. അങ്ങനെ നേരിട്ട് സംസാരിക്കാം എന്നുള്ള ആ ഒരു ഇതിൽ നമ്മൾ തൃശ്ശൂർ എവിടെ വെച്ചിട്ടാണ് കണ്ടത്? മറ്റേ സുധർമ്മ ലാബിൻ്റെ അവിടെ, അശ്വിനി ഹോസ്പിറ്റലിൻ്റെ അവിടെ, അശ്വിനി ഹോസ്പിറ്റലിൻ്റെ അവിടെ സുധർമ്മ ലാബിൻ്റെ അവിടേക്ക് വരാൻ പറഞ്ഞു. ദൃശ്യയുടെ അടുത്ത് ഞാൻ വരാൻ പറഞ്ഞു. ദൃശ്യ വന്നു. ദൃശ്യയുടെ കൂടെ ഒരാളും കൂടി ഉണ്ട്, അത് നമ്മൾ ആരെന്ന് പറയുന്നില്ല. ദൃശ്യയുടെ കൂടെ ഒരാളും കൂടി ഉണ്ടായിരുന്നു. ദൃശ്യം വന്നു. ഞാനും അച്ഛനും മാമനും കൂടിയിട്ട് ഞങ്ങൾ എന്നെക്കാൾ കൂടുതൽ സംസാരിച്ചത് അച്ഛനും മാമനാണ്. എന്താ മോളെ എങ്ങനെ തീരുമാനം? അപ്പോൾ ഞാൻ അവിടെ നിൽക്കുന്നുണ്ട്. ഞാൻ പറഞ്ഞു, എന്താ മോളെ തീരുമാനം, എന്താ എങ്ങനെ പെട്ടെന്ന് തന്നെ എന്നൊക്കെ പറഞ്ഞു. അപ്പോൾ പെട്ടെന്ന് തന്നെ അല്ല അച്ഛാ, ഞാൻ കുറേ വർഷങ്ങളായിട്ട് അത് എനിക്ക് ആരുമില്ല, എൻ്റെ ഭൂമിയിലേക്ക് ഈ ലോകത്തിൽ ആരുമില്ല. എനിക്ക് എന്നെ സ്നേഹിക്കാനും എന്നെ ആത്മാർത്ഥമായി ഇഷ്ടപ്പെട്ടതും എൻ്റെ രാഘേഷേട്ടനാണ്. ആള് ഞങ്ങളെ പ്രണയിക്കുകയല്ല ചെയ്തേക്കണത്. എന്നെയും എൻ്റെ അപ്പൂനെയും ഒരുപാട് സ്നേഹിച്ചിട്ടുണ്ട്. പക്ഷെ അതിൽ ആൾ ഒരുപാട് ബുദ്ധിമുട്ടിയിട്ടുണ്ട്. ഞങ്ങളുടെ ബന്ധങ്ങൾ വരെ ഞങ്ങളെ തള്ളി പറഞ്ഞപ്പോൾ ചേട്ടനാണ് ഞങ്ങളെ പിടിച്ചു നിർത്തിയത് ഈ നേരം വരെ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ ദൃശ്യയുടേതായ കാര്യങ്ങൾ ഒരുപാട് പറഞ്ഞ് ഇത് വേണമെങ്കിൽ കൃത്യമായിട്ട് ഞാൻ ഒന്നുകൂടിയും പറയിപ്പിക്കാം, ദൃശ്യനെ കൊണ്ട് തന്നെ പറയിപ്പിക്കാം. എന്തൊക്കെയാ അച്ഛൻ്റെ അടുത്തും മാമിൻ്റെ അടുത്തും പറഞ്ഞു എന്ന് പറയും. പിന്നെ അതായത് അച്ഛൻ പോയ പിന്നെ സ്നേഹിക്കാനും പറയാനും കാര്യങ്ങൾ തുറന്നു പറയാനും അതായത് നമ്മുടെ കൂടപ്പുറപ്പിനെ പോലെ ഉണ്ടായിരുന്നാണ് ചേട്ടൻ. പിന്നെ ആ ചേട്ടൻ നഷ്ടപ്പെടുക എന്ന് പറയുമ്പോൾ അത് ഭയങ്കര വേദനയായിരുന്നു. ഇത്രയും പെട്ടെന്ന് ഇങ്ങനെയൊക്കെ ചെയ്യുന്നൊന്നും വിചാരിച്ചില്ല. സംഭവം വല്യമ്മയും ചേച്ചിയും ഇവരൊക്കെ ഞങ്ങളെ സഹായിക്കുന്നുണ്ടെങ്കിലും ചേട്ടൻ വന്നിട്ട് നമ്മളെ സ്നേഹിച്ച് അതായത് തേടി വന്ന് സ്നേഹിക്കുക എന്നൊക്കെ പറയില്ല, അതുപോലത്തെ ഒരു ഇതായിരുന്നു. അങ്ങനെയുള്ള ഒരാളെ നഷ്ടപ്പെടണ്ടെന്ന് എൻ്റെ അടുത്ത് 2-3 പേര് പറയുകയും ചെയ്തിട്ടുണ്ട്, ഇങ്ങനെയുള്ള ഒരാളെ നഷ്ടപ്പെടുത്തരുതിട്ടാന്നൊക്കെ. പിന്നെ ജീവിതത്തിൽ ഓരോ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ആയപ്പോൾ കുറേ കാലം വിളിക്കാണ്ടൊക്കെ ഇരുന്നു. അതുകൊണ്ട് പിന്നെ ഇങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് എത്തുമെന്ന് ഞാൻ വിചാരിച്ചില്ല. ശരിക്ക് ഇനിയൊരു കാര്യം പറയട്ടെ, ശരിക്ക് ഇഷ്ടപ്പെട്ട ഒരു രീതിയിലാണ് ഇപ്പൊ നമ്മൾ കല്യാണം കഴിച്ച് ജീവിക്കുന്നത്. ഇതിനെ ലവ് മാരേജ് എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? അറേഞ്ച്ഡ് മാരേജ് എന്ന് പറയാൻ നമുക്ക് സാധിച്ചിട്ടുണ്ടോ? ഇത് രണ്ടും അല്ലാത്തൊരു പക്ഷത്തിലാണ് ഈ ഒരു വിവാഹം നടന്നേക്കണം. അതുകൊണ്ട് തന്നെ നമുക്ക് പല ആളുകളും നമ്മളോട് ചോദിച്ചത്, ഇപ്പോൾ ഈ വീഡിയോകൾ ചെയ്യാൻ തുടങ്ങിയപ്പോൾ നമ്മളോട് സ്നേഹമുള്ള അത്രയും കുടുംബങ്ങൾ നമ്മളോട് ചോദിക്കുന്ന ആ ഒരു ചോദ്യത്തിന് ഉത്തരം ഞങ്ങൾക്ക് തരാൻ കഴിയാത്തതിൻ്റെ വ്യക്തമായ കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഞങ്ങൾക്ക് തന്നെ ഒരു പിടുത്തം കിട്ടണില്ല, ലവ് മാരേജ് ആണോ അറേഞ്ച്ഡ് മാരേജ് ആണോ എന്നുള്ളത്. കാരണം മനസ്സും അറിഞ്ഞ 2 വ്യക്തികൾ തമ്മിൽ കല്യാണം കഴിച്ചു. അവരുടെ സിറ്റുവേഷൻ അവർക്കും അറിയാം, എനിക്ക് എൻ്റെ സിറ്റുവേഷൻ എനിക്കറിയാം. ഇവിടെ ലവ് മാരേജ് എന്ന് പറയുന്നത് സാധാരണ രീതിയിൽ ഏതെങ്കിലും ഒരു കോളേജ് വഴിയോ അല്ലെങ്കിൽ കുറച്ച് കണ്ട അറിവിലോ അങ്ങനെ എന്തെങ്കിലും അല്ല. ഇത് ഞങ്ങൾക്ക് ശരിക്കും പ്രണയിക്കാൻ പോലും, അതായത് പ്രണയം ഒന്നും ഞങ്ങൾക്ക് ഉണ്ടായിട്ടില്ല. പ്രണയം ഉണ്ടായിട്ടുണ്ടോ പക്ഷേ നമ്മൾ തമ്മിൽ സ്നേഹിച്ച് എവിടെയെങ്കിലും പോയിട്ടുണ്ടോ? എന്തെങ്കിലും സംസാരിച്ചിട്ടുണ്ടോ? പ്രണയത്തിൻ്റെതായ എന്തെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം കൈമാറിയിട്ടുണ്ടോ? എന്തെങ്കിലും ഉണ്ടോ? പിന്നെ ഇതിൽ എവിടെ പ്രണയം എന്ന് പറയണത്? അപ്പോൾ മനസ്സും 2 പേർക്കും ജീവിക്കണം എന്നുള്ള ഒരു തോന്നലിലൂടെ എടുത്ത തീരുമാനങ്ങളാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സിറ്റുവേഷൻ ഉണ്ടായി. അങ്ങനെ അമ്മയും, അതായത് എൻ്റെ അമ്മ മരിച്ചു, ദൃശ്യയുടെ അച്ഛനും മരിച്ചു.
രണ്ടുപേരും തുല്യ ദുഃഖത്തിൽ കണ്ടുമുട്ടിയിട്ടുള്ള ഒരു സ്നേഹമാണ്. ആ സ്നേഹത്തിന് പിന്നീട് ആ സ്നേഹം യോജിച്ചൊരു വിവാഹത്തിലേക്ക് എത്തപ്പെട്ടു എന്നുള്ളതാണ്. അപ്പോൾ അതിന് മാമനും അച്ഛനും സാക്ഷി നിർത്തി അവരായിട്ട് ഞാനെന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പ്രണയമാണെങ്കിൽ ദൃശ്യയുടെ അടുത്ത് ഞാൻ മാത്രം ചോദിച്ചാൽ മതി, അല്ലെങ്കിൽ ദൃശ്യക്ക് എനിക്കും തീരുമാനം എടുത്താൽ മതി. ഇവിടെ പ്രണയം അല്ലാത്തതുകൊണ്ട് തന്നെ ഞാൻ എൻ്റെ കാരണവന്മാരെ ഞാൻ ഇവിടെ പെടുത്തി എന്നുള്ളതാണ്. അച്ഛനും മാമനും കൂടി തീരുമാനിച്ച ഒരു തീരുമാനത്തിലൂടെയാണ് ദൃശ്യനെ ഞാൻ സ്വീകരിക്കുന്നതും. ഒപ്പം തന്നെ ഞാൻ കല്യാണം ഉറപ്പിക്കാൻ പോകുന്ന ആ പെൺകുട്ടിയുടെ ഫാമിലിയായിട്ട് ഞാനും അച്ഛനും മാമനും കൂടിയിട്ട് ഞങ്ങൾ വിളിച്ച് അവരുടെ കുറച്ച് കാരണന്മാരൊക്കെ വിളിച്ചു കൊണ്ടുവന്ന് ഞങ്ങൾ സംസാരിച്ചു. അതങ്ങനെ ഒരു ഒത്തുതീർപ്പാക്കി. അതായത് മനസ്സ് ഇങ്ങനെയാണെങ്കിൽ ഒരു പെൺകുട്ടി ഇങ്ങനെ നിൽക്കുമ്പോൾ ഒരിക്കലും അത് വേറെ ശരിയാവില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവരുടെ ആൾക്കാരും നല്ല രീതിയിൽ ആ തീരുമാനം എടുത്തു. സങ്കടം വന്നു പറഞ്ഞു കഴിഞ്ഞാൽ അവർ അതിൽ ആ കുട്ടിയുടെ അമ്മ പറഞ്ഞ വാക്ക് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. എന്താ വെച്ച് കഴിഞ്ഞാൽ കുട്ടിയുടെ അമ്മ കാര്യങ്ങൾ സംസാരിക്കാൻ വന്നപ്പോൾ അവസാനമായി പറഞ്ഞത്, മോനെ നിന്നെ ഞങ്ങൾക്ക് കിട്ടാതെ പോയില്ലടാ എന്ന് പറഞ്ഞപ്പോൾ എനിക്കത് ഭയങ്കര സങ്കടമായി. കാരണം അവരും അവരുടെ മകളെ എനിക്ക് തരാമെന്നുള്ള ഒരു ആഗ്രഹം ഉണ്ടായിരുന്നു. അതിലപ്പുറം വേറെ വലിയ വാക്കുകൾ ഇപ്പോൾ ദൃശ്യം ഇരുന്നുകൊണ്ട് തന്നെ പറയണം. അതിൽ ഏറ്റവും അപ്പുറം ഉണ്ടായിരുന്ന വാക്കുകൾ പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കുടുംബത്തെ ഭയങ്കരമായിട്ട് ഞാൻ സ്നേഹിച്ചു എന്നുള്ളതാണ്. സ്നേഹിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് കപടമില്ലാത്ത സ്നേഹമാണ്. അതുകൊണ്ട് തന്നെ എനിക്ക് ദൃശ്യയുടെ അടുത്ത് ഒരു അന്യായ സ്നേഹമാണ്, ആ കുടുംബക്കാരോടും അന്യായ സ്നേഹമാണെന്നുള്ളത്. അതായത് സിറ്റുവേഷൻ സാഹചര്യങ്ങൾ ഇങ്ങനെ വന്ന് ഒരു തകിടം പറഞ്ഞപ്പോഴാണ് ആകെ എന്താണ് തീരുമാനിക്കേണ്ടത് എന്നുള്ള ഒരു ഇതുണ്ടായിരുന്നില്ല. അങ്ങനെയാണ് ഞാൻ എൻ്റെ അച്ഛനും മാമനും ഇടപെടുത്തി. അവർ പറയുന്ന നമ്മുടെ ജീവിതത്തിൽ പല പ്രശ്നങ്ങളും ഉണ്ടാവും. തീരുമാനം നമുക്ക് സ്വയം എടുക്കാൻ പറ്റാത്ത ചില സന്ദർഭങ്ങളിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്നുള്ള തീരുമാനത്തിലാണ് ഞാൻ ദൃശ്യയുടെ ഒരൊറ്റ വാക്കിലൂടെ ദൃശ്യ പറഞ്ഞത്, എന്ത് പ്രശ്നങ്ങളുണ്ടായാലും അല്ലെങ്കിൽ ഇനി ഇവിടുന്ന് അങ്ങോട്ട് എന്തുണ്ടായാലും ദൃശ്യ എൻ്റെ കൂടെ ജീവിക്കാൻ തയ്യാറാണെന്ന് എൻ്റെ അച്ഛൻ്റെ അടുത്തും മാമൻ്റെ അടുത്തും പറഞ്ഞപ്പോഴാണ് അങ്ങനെ ഒരു തീരുമാനം ഞങ്ങൾ ആദ്യം ഇവിടെ ഉറപ്പിച്ചിട്ടാണ് ഞങ്ങൾ അവിടെ പോയി പറഞ്ഞത് അവരായിട്ട്. എന്നിട്ട് അവർ നമ്മുടെ വീട്ടിൽ വന്ന് സംസാരിച്ചു. അങ്ങനെ നല്ല രീതിയിൽ ഞങ്ങൾ വിഷമത്തിലൂടെ ആണെങ്കിലും ഞങ്ങൾ കല്യാണം ഉറപ്പിക്കാൻ പോയ ആ പെൺകുട്ടിയുടെ ആൾക്കാരായിട്ട് സംസാരിച്ചു. അതങ്ങനെ ഒത്തുതീർപ്പായി. ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞു. ആ പെൺകുട്ടിയുടെ വിവാഹം കഴിഞ്ഞിരിക്കുമ്പോഴാണ് ആ വിവാഹത്തിൻ്റെ ഒരു ഏകദേശം ആ കുട്ടിയുടെ ഒരു വിവാഹത്തിൻ്റെ അടുത്ത ആയി തുടങ്ങിയപ്പോഴാണ് ഇനി ഞങ്ങളുടെ ജീവിതത്തിൽ കുറച്ച് പ്രശ്നങ്ങൾ കൂടി വന്നത്. ആ ഒരു പ്രശ്നം അപ്പോഴും ഞാൻ പറയണത്, ദൃശ്യം ഞാനും തമ്മിലുള്ള വിവാഹത്തിലേക്ക് എത്താൻ പിന്നെയും കുറച്ച് പ്രശ്നങ്ങളും കൂടി ഉണ്ടായിരുന്നു. ഇനിയാണ് നമ്മൾ ഈ സിനിമാ കഥ പറഞ്ഞ പോലെ ഇനിയാണ് ഫൈറ്റ്. ഇനി ക്ലൈമാക്സ് ഫൈറ്റിലേക്ക് നമ്മൾ കടക്കാൻ പോകണം. എന്താ വെച്ച് കഴിഞ്ഞാൽ അടി പറഞ്ഞാൽ ഗംഭീര അടി, കൂട്ടടി. അത് അക്രമ അടി. എത്ര അടി കിട്ടി നോട്ടെ എവിടെ അമ്മയ്ക്ക് അടി കിട്ടി പറഞ്ഞപ്പോൾ തൊത്ത് കരഞ്ഞോണ്ട. അത് വലിയൊരു സംഭവം കേട്ടോ. അച്ഛൻ പറഞ്ഞുതരാം കേട്ടോ. ദിയൊക്കെ ആദ്യമായിട്ടൊക്കെ കേൾക്കണത് ഇങ്ങനെ. അതായത് ഞങ്ങൾ ഇത്രയൊന്നും പറഞ്ഞിട്ടില്ല വിശദീകരിച്ചിട്ട്. ദിയനെ മടിയിലിരുത്തിയിട്ടൊക്കെ ആദ്യമായിട്ട് പറയണത്. ഞാൻ ദിയ ഇത്തിരി കൂടി വലുതായിട്ട് കുറേ കാര്യങ്ങൾ പറയാമെന്നാണ്. പക്ഷെ നമ്മളിങ്ങനെ ഒരു ചാനൽ തുടങ്ങിയപ്പോൾ നമ്മൾ പറഞ്ഞു പോകാമെന്ന് മാത്രം. എന്തായാലും ബാക്കി നമ്മൾ അടുത്ത വീഡിയോയിലൂടെ പറയുന്നതായിരിക്കും. കുറച്ച് നീണ്ടു പോയെങ്കിൽ ക്ഷമിക്കുക. നീണ്ടു പോവല്ല, പറഞ്ഞു പോകുമ്പോൾ അങ്ങനെ സമയം പോണതാണ്. അത് വേറെ ഒന്നും വിചാരിച്ചിട്ടില്ല. ഇനിയുണ്ട്. ഇനി ഇവിടെ അടി കിട്ടി, ഇവിടെ അടി കിട്ടി, അടിയോടടി, പൊരിഞ്ഞടി. അത് ഇനി പറഞ്ഞുതരാം. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഇപ്പോൾ 2 മക്കളായി ജീവിച്ചു പോകണം. ഇനി ബാലൻസ് നമുക്ക് പറയാം അല്ലേ ദൃശ്യം? അപ്പം ഇനിയിപ്പോൾ എന്താ പറയാനുള്ളത്? ഇനി എന്താ പറയാനുള്ളത്? അതെ, ഈ വീഡിയോയിൽ അവസാനമായിട്ട് ഒരു കാര്യമാണ്. ഇനി എല്ലാ വീഡിയോയിലും ഞങ്ങൾ അങ്ങനെ പറയാൻ പോട്ടെ. ലാസ്റ്റായിട്ട് ഫിനിഷിനു മുന്നേ ഞങ്ങളുടെ ജീവിതത്തിലെ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ പലവർക്കും അത് പ്രശ്നങ്ങളുണ്ടായിരിക്കാം. അതായത് ചിലപ്പോൾ ഞങ്ങൾ പറയുന്ന വ്യക്തി ഈ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ ആ വ്യക്തിയെ സംബന്ധിച്ച ആൾക്കാർ വീഡിയോ കാണുന്നുണ്ടായിരിക്കാം, ചിലപ്പോൾ നമ്മൾ പരിചയമില്ലാത്തൊരു വീഡിയോ കാണുന്നുണ്ടാകാം. അങ്ങനെ എന്തായിക്കോട്ടെ, ഞങ്ങൾ പറയുന്ന വീഡിയോ ആർക്കെങ്കിലും ഒരു ബുദ്ധിമുട്ടാവുകയാണെങ്കിൽ ഞങ്ങളെ സംബന്ധിച്ച് ഞങ്ങൾക്കതൊരു വിഷയമുള്ള കാര്യമല്ല. കാരണം ഞങ്ങളുടെ കുടുംബമായിട്ട് ജീവിക്കുന്നവരാണ്. എനിക്ക് ഈ 3 പേർക്കും വിഷയമുണ്ടെന്ന് മാത്രം നോക്കിയാൽ മതി. അങ്ങനെ ജീവിക്കുന്ന ഒരാളാണ്. ബാക്കി ആർക്ക് എന്തുണ്ടായാലും എന്നെ സംബന്ധിക്കുന്ന ഒരു പ്രശ്നമല്ല എന്ന് ചിന്തിക്കുന്ന ഒരാളാണ്. അതുകൊണ്ട് ഞാൻ വീണ്ടും ഒരു കാര്യം പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആർക്കെങ്കിലും സപ്പോസ് ഒരു ബുദ്ധിമുട്ട് വന്നിട്ടുണ്ടെങ്കിൽ, ഒരു വിഷമം വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഞങ്ങൾ ക്ഷമ കൂടിയും ചോദിക്കുകയാണ്. അതാണിപ്പോൾ നമുക്ക് പറയാനുള്ളൂ. വേറെ മാർഗങ്ങളൊന്നുമില്ല. എന്താ ദൃശ്യ? അതെ, ആരെയും നമ്മൾ ഉദ്ദേശിച്ചിട്ടോ വ്യക്തിപരമായിട്ടോ അല്ല
കാര്യങ്ങൾ പറഞ്ഞു കാര്യങ്ങൾ പറഞ്ഞത് മാത്രം. അപ്പോൾ താങ്ക് യു. അടുത്ത വീഡിയോയിൽ കാണാം.